ഇത് കണ്ടല്ലോ, ഈ പ്രദേശത്തെ ചാച്ചിപ്പുന്നിയിലെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന ഒരു നൂൽപ്പാലമാണ്. ശരിക്കും ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെയുള്ള ഒരു യാത്ര. ഇനി ഈ പാലത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ യാത്ര എത്രത്തോളം ദുർഘടമാണ്. ഒരു ജനകീയമായ പ്രശ്നം KB ഗണേഷ് കുമാർ MLA ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് അങ്ങയുടെ മണ്ഡലത്തിൽ ചാച്ചിപ്പുന്നയിലാണ്. എന്റെ തൊട്ടുപിറകിൽ കാണുന്നത് കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ വലതുകര മെയിൻ കനാലുമാണ്. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ? കോഴിപ്പാലം. ഈ പാലത്തിന് അക്കരെ ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ കഴിയുന്ന ഒരു പ്രദേശമാണ്. മലയോര മേഖലയാണ്. റബ്ബറും കാർഷിക കൃഷിയുമായിട്ട് കഴിയുന്ന കുറെ സാധാരണ മനുഷ്യർ. ഇവർ ഈ കുന്നലയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ഏതാണ്ട് 8 മാസങ്ങളായി ഇവിടെ തകർന്ന് തരിപ്പണമായി. അതിലൂടെ ഇവർ താൽക്കാലികമായി കുറെ അടയ്ക്കാമരം ഒക്കെ വെട്ടിയിട്ട് ഒരു പാലം ഉണ്ടാക്കി. ഇപ്പോ KP ഉദ്യോഗസ്ഥർ ഒരു ഗംഭീര നോട്ടീസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു. അവരെ കൊണ്ട് അത് മാത്രമേ പറ്റൂ. കാരണം ഈ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നിരോധിക്കുകയല്ല, പകരം സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നെങ്കിൽ അത് അന്തസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമല്ല സംഭവിച്ചത്. അതിലൂടെ ഈ കൊച്ചു കുട്ടികളടക്കം ഗർഭിണികളടക്കം യാത്ര ചെയ്യുന്ന ഒരു പാലം അവർക്ക് സുഖമായി നടന്നു പോകാൻ വേണ്ടി അവർ ഈ കുറെ കാട്ടുതടികളും ഈ അടയ്ക്കാമരവും ഒക്കെ വെട്ടിയിട്ടുണ്ടാക്കിയ ഒരു പാലത്തിലൂടെ നടക്കരുതെന്നൊരു പോസ്റ്റർ ഒട്ടിച്ച് അവർ സ്ഥലം കാലിയാക്കി. ഏതാണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം 100 കണക്കിന് പരാതികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഫലം ലഭിച്ചോ എന്ന് ഇനി അവരോട് തന്നെ ചോദിക്കാം. ശരിക്കും എത്ര പരാതി കൊടുത്തിട്ടുണ്ട് ചേട്ടാ? പരാതി ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് ഞങ്ങൾ കണക്കില്ലാത്ത ഒരു. ആരൊക്കെ കൊടുത്തിട്ടുണ്ട്? ഇവിടെ MLA ക്ക് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ കല്ലട റിയാഷന് കൊടുത്തിട്ടുണ്ട്, മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ വകുപ്പിലും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരാക്കെ എന്തൊക്കെ പറയുന്ന അവരോടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരിതിനൊന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല. അവർക്ക് എന്തോ പറയുന്നത്? അവരൊക്കെ പറയുന്നത് ഇന്ന് ചെയ്യും നാളെ ചെയ്യും. ഒരാൾ പറയുമ്പോൾ ഒരാളുടെ അവകാശം മറ്റുള്ള പറയും. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾക്ക് അടുത്തുള്ളതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം സ്കൂളിൽ പോകുന്നതും ഇതൊക്കെ ഓരോ ദിവസങ്ങൾ ഈ വെള്ളത്തിൽ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇതെല്ലാം ഉള്ള മാർഗം. എന്നിട്ട് ഇതിലൂടെ വന്നത് ഇളക്കിക്കൊണ്ട് പോകാമെന്ന് ഞങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് ഇതിനെല്ലാം ഒരു നടപ്പാതെങ്കിലും ഇട്ട് തരണം. ഇട്ട് തന്നിട്ട് വേണ്ട ഇളക്കൊണ്ട് പോകണം. ഞങ്ങൾ ഈ മനുഷ്യന് അക്കരെ ആനയും കടുവായും പുലിയൊക്കെ ഉള്ള സ്ഥലം, എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു ആശുപത്രി കേസ് വന്ന് ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല. നിങ്ങളെല്ലാം എങ്ങോട്ട് കൊണ്ടുപോകും? ഞങ്ങളെ വെറും മനുഷ്യനല്ലാത്ത രൂപത്തിലാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും സർക്കാരായാലും അല്ല ഇവിടുത്തെ നേതാക്കന്മാരായാലും കാണുന്ന ആ രൂപത്തിലാണ് കാണുന്നത്. അത് ആ അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. ഇലക്ഷൻ ആകുമ്പോൾ മറ്റൊരു പ്രദേശങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർ ഒരേ വീട്ടുകളിൽ ഇറങ്ങി ഇതിൽ കൂടെ ആയാലും വരാൻ ആളുണ്ട്. പക്ഷെ ഈ ഒരു പ്രദേശമായപ്പോൾ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനല്ല. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. ഇതാണ് ഇവിടെ ആളുകളുടെ അവസ്ഥ. ഇവിടെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പപ്പു പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ശരിയാവാനാ പറഞ്ഞത്? എത്ര നാളുകൊണ്ട് ശരിയാക്കി തരുന്നുണ്ട് അവര്? ഒരിക്കലും ശരിയാക്കി തന്നിട്ടില്ല. ഇതുവരെ ശരിയാക്കി തന്നിട്ടില്ല. ശരിയാക്കിയത് ഇതുപോലെ നാട്ടുകാർ ഇതുവരെ ശരിയായിട്ടില്ല. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കൊച്ചിന്റെ കെട്ടിയനും കുറെ കൊച്ചു പിള്ളേരോട് ചേർന്ന് ഇത്രയാക്കി വെച്ചു. അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ കൊച്ചു കുട്ടികളും ഗർഭിണികളും എല്ലാം ഇങ്ങനെ പേടിച്ച് ഞങ്ങളെല്ലാരും കൂടെ 2 വണ്ടി ആൾക്കാർ ഗണേഷ് കുമാർ സാറിന്റെ വീട്ടിൽ പോയായിരുന്നു. പോയി കണ്ട് ഇപ്പൊ നിങ്ങൾ അവിടെ ഞങ്ങൾ ഇവിടെ JCB കൊണ്ടുവന്നത് എടുത്ത് മാറ്റാൻ. അന്നേരം പിന്നെ ജനങ്ങള് തടഞ്ഞ്. അപ്പൊ ഞങ്ങൾ ഇത് പറയാൻ അവിടെ പോയി. ഇത് പറയാൻ പോയപ്പം പറഞ്ഞു ഒരു പോലീസും വരത്തില്ല, പോലീസിനെ കൊണ്ട് അവർ പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു. ഒരു പോലീസും വരത്തില്ല, നിങ്ങള് പിന്നെ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പിറ്റേന്ന് പിന്നെ അവര് വന്ന് JCB എടുത്തോണ്ട് പോയി. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വിശ്വാസമുണ്ടോ? പാലം വരുമോ? വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് നിൽക്കുന്നു. അങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ പ്രദേശത്തെ ഒരു പരിപൂർണ ഗർഭിണിയായ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും ഈ പാലത്തെ കൂടെ നടന്നു വരാൻ ഭയമുണ്ടോ? ഭയമുണ്ട്. വേറെ മാർഗമില്ല, അതുകൊണ്ട് നടക്കുന്നേ ഉള്ളൂ. എത്ര മാസം ഗർഭിണിയായി? 8 മാസം. കേട്ടല്ലോ, 8 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഇട്ടുകൊണ്ടാണ് ശരിക്കും ഈ നൂൽപ്പാലത്തിലൂടെ നടന്നു വരുന്നത്. ഇത് ഈ നാടിന്റെ ഒരു വലിയ ദുരവസ്ഥ തന്നെയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പാലങ്ങൾ പണിതിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഈ പത്തനാപുരം മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് KB ഗണേഷ് കുമാർ. എന്തായാലും അദ്ദേഹം മന്ത്രിയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം സജീവമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ശരിക്കും ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഈ പാലത്തെ കുറിച്ച്? പറയാനുള്ളത് എന്റെ വീട് ഇതാണ്. ഞാൻ ഓടി വരുന്നത് ഈ പാലത്തെ കൂടാണ് ഇപ്പുറത്തോട്ട് വരാനൊക്കെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പാലം ഞങ്ങൾക്ക് വേണം. പാലം വേണം. അത് ഗണേഷ് കുമാർ സാറിന്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ചെയ്തു തരാൻ ഞങ്ങൾ പറയുന്നു. ഞാൻ താന്ന് വീണ് അപേക്ഷിക്കുന്നു. പോസ്റ്റർ കൊട്ടിച്ചമ്മ കണ്ടോ? പോസ്റ്റർ കൊട്ടിച്ച കണ്ടോ? ഇതുവഴി നടന്നു പോരുന്നത് കർശനമായി വിലക്കിയേക്കുക. ഇത് കർശനമായി വിലക്കിയെങ്കിലേ അവര് ഞങ്ങൾക്ക് എന്തായാലും ഒക്കെ പോണമല്ലോ. ഞങ്ങളെല്ലാം വയ്യാത്തവരൊക്കെയാ. അവര് കൊണ്ട് ഞങ്ങളെ അവരുടെ ഓഫീസിൽ ഇടട്ടെ. അല്ല ഇപ്പൊ എന്താ ചെയ്യാനാ? ഞങ്ങൾക്ക് പോണ്ടായോ?
ഇതിപ്പോ 1 വർഷമാകാൻ പോകുന്ന ഈ പാലം മറിഞ്ഞിട്ട് ഒരു മനുഷ്യരും ഇതിനൊരു കാരണം കണ്ടെത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ വയ്യാത്തവരാ, ഞങ്ങൾക്ക് നടന്നു വന്ന് ഈ പാലത്തെ കയറാൻ പറ്റത്തില്ല. നല്ല പാലമായിരുന്നു, സുഖമായിട്ട് നടന്നെങ്കിലും പോരുന്നു അല്ലേ? 47 വർഷത്തിന് മുമ്പ് മുതലേ ഉള്ള ആൾക്കാരെ അവിടെ താമസിക്കുന്നത്. ഈ 47 വർഷത്തിന് മുമ്പ് അവിടെ ആൾതാമസം ഉണ്ട്. ഇവിടെ വേസ്റ്റ് കഴിയുന്നുണ്ടോ? വേസ്റ്റ് അടിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വരുന്നു. ആണല്ലേ? അതിന് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? നമുക്കൊന്നും കിട്ടുന്നില്ല. ഇത് ഈ കമ്പ് തട്ടിപ്പോകാതിരിക്കാനായി പൈസ തന്നാലും വേണ്ട, നമുക്ക് ഇത് കമ്പ് തൂണ് പറഞ്ഞു പോകരുത്, അതാണ് ആഗ്രഹം. കമ്പ് ഈ ചപ്പ് വന്ന് അടങ്ങി കഴിഞ്ഞാലേ ഈ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോയാൽ പിന്നെ ആരെങ്കിലും കയറി വരുന്ന പിള്ളേരായിരിക്കും കയറി വരുന്ന മറിഞ്ഞു പോകും. അതിനാ ഈ ചപ്പ് അങ്ങ് തട്ടി കളയുന്നു. KP ജലസേചനം 12/1/2024 തീയതി മുതൽ പുനരാരംഭിച്ചിരിക്കുന്നു. പൊളിഞ്ഞു കിടക്കുന്ന ഈ പാലത്തിലൂടെ ആരും യാത്ര ചെയ്യരുത് എന്നാണ് അവർ യാത്ര കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു വിജ്ഞാപനം ഇവിടെ ഇങ്ങനെ വെണ്ടക്കേശത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടാണ് എനിക്കിനി പറയാനുള്ളത്. താങ്കൾ ഈ പാലം ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്ന സമയത്തെങ്കിലും ഇത് കണ്ടു കാണും, ഇല്ലെങ്കിൽ ഇത് കണ്ണ് തുറന്നു വെച്ചൊന്ന് കാണുക. ഇവിടെ കുറെ മനുഷ്യക്കോലങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, അവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. അവർക്ക് സുഖമായി, അതും കുട്ടികളും വിദ്യാർത്ഥികളും അടക്കം, വൃദ്ധരടക്കമുള്ള, ഗർഭിണികളടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ്, ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ ഈ കുന്നിന്റെ മൂലം അല്ലെങ്കിൽ ഈ പാലത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇതൊരു പാലം വേണമെന്നുള്ളത്. ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്ന സമയത്തെങ്കിലും അതൊന്ന് കണ്ണു തുറന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഒരു പാലം പണിയിക്കാൻ ഒരു ഓർഡറെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് വരാമായിരുന്നു. ഇനിയും സമയം വൈകിട്ടില്ല. എന്തായാലും ജലസേചനത്തിന്റെ പേരിൽ നിങ്ങൾ വെള്ളം തുറന്നു വിട്ടെങ്കിൽ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ ഒരു പാലം പണിത് കൊടുക്കണമെന്നാണ് ഈ KIP ഉദ്യോഗസ്ഥരോടും പത്തനാപുരം MLA-യോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. എക്സിക്യൂട്ടീവ് എന്താ പറഞ്ഞു പാലത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ? എഞ്ചിനീയർ ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടെ പാലം ഇത് ഇളക്കി മാറ്റാൻ ഇവിടെ വന്നായിരുന്നു. വന്നപ്പോ ഞങ്ങൾ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് പാലം പണിയാൻ ഫണ്ട് കലർ റിയാക്ഷന് ഫണ്ടില്ല. അതിന് ഇവിടുത്തെ ജനങ്ങളെ പൈസ പിരിച്ച് 25 ലക്ഷം രൂപ പിരിച്ചു കൊടുത്താൽ പാലം പണിഞ്ഞു തരാം. ഇത്രയും പൈസ കൊണ്ട് നിങ്ങളുടെ അത് ഞങ്ങളുണ്ടെന്നാണ് അവര് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഒരു ദിവസം അരി മേടിക്കാൻ പൈസ ഇല്ലാത്തവരാ. ആ നിവൃത്തിയില്ലാത്തവർ പറയും 25 ലക്ഷം രൂപ ഞങ്ങൾ ഈ കിടക്കുന്ന പ്രദേശത്തുള്ളവരോട് കൊടുത്താൽ പാലം പണിഞ്ഞു തരാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്രതികരണം. അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ജീവിതവും. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല.